ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹം അന്നത്തെ ഇന്ന് രാത്രി അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയുടെ തുടക്കമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായം തൊട്ടാണ് മിഷണറി യാത്ര തുടങ്ങുന്നത്. പൗലോസും ബർന്നബാസും പിസിദ്യയിലെ അന്ത്യോക്യ ദേശത്തിലെത്തി അവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നിട്ട് അവർക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ കർത്താവായ യേശുവിനെ പറ്റി പറയുന്ന ആ ഒരു ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അതായത് 26-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ച് നിർത്തി. തുടർന്ന് ആ പ്രസംഗം അങ്ങനെ നീണ്ടു പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളും അപ്പോസ്തല പ്രവൃത്തികൾ ഈ അധ്യായങ്ങളൊക്കെ ഈ 13, 14, അടുത്ത ആഴ്ച 15 ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഈ ആഴ്ച 14 വരെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ചാണ് ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുന്നത്. ഇതിനകത്തൊരു ഉപദേശമല്ല, ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഭാഗങ്ങളും വേഗത്തിൽ ടച്ച് ചെയ്തു പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ വാക്യങ്ങൾ എടുത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. അത് ഉപദേശങ്ങളും ഉണ്ട്, അതിനകത്ത് ഒരുപാട് മർമ്മങ്ങൾ ഉള്ളതുകൊണ്ട് വാക്യം ബൈ വേഴ്സായിട്ട് പഠിച്ചു പോകണമെന്ന് താല്പര്യപ്പെടുന്നാൽ ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നമ്മൾ അവരുടെ സുവിശേഷം എങ്ങനെയാണ് അവർ സ്പ്രെഡ് ചെയ്തത്, എന്തൊക്കെയാണ് കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തത്, അവർ സഞ്ചരിച്ച പ്രദേശങ്ങൾ ഒക്കെ മനസ്സിലാക്കുവാനാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. ഇത് നമ്മളെ ഒരു പരിധിവരെ നമ്മുടെ സുവിശേഷത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയാക്കി. നമുക്ക് ഈ കാലഘട്ടത്തിൽ ടെക്നോളജി മാത്രമേ മാറിയിട്ടുള്ളൂ, പക്ഷെ നമ്മുടെ എല്ലാ സ്ട്രാറ്റജി എല്ലാം ഒരുപോലെയാണ്. കാരണം കർത്താവിൻ്റെ വചനം അന്നും ഇന്നും എന്നേക്കും ഒരുപോലെയാണ്. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യം തന്നെ. അന്ന് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും ചെയ്യുവാനായിട്ട് കർത്താവിന് കഴിയും. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിയുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് അവർ കർത്താവിന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അവർ പൂർണ്ണമായി കർത്താവിൻ്റെ സ്തോത്രം കർത്താവിനെ അനുസരിക്കുന്നവരായിരുന്നു. അവർക്ക് കാലാവസ്ഥകളോ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള യാതൊന്നും തന്നെ അവർ ഭയപ്പെട്ടിരുന്നില്ല. അവർ ഭയപ്പെട്ടിരുന്നത് കർത്താവിനെ മാത്രമാണ്. കർത്താവിലാണ് അവർ കൂടുതലായിട്ട് ആശ്രയിച്ചത്. ആ ഒരു ബോൾഡ്നെസ് നമുക്കിവിടെ പ്രത്യേകമായിട്ട് കാണുവാനായിട്ട് കഴിയും. യഹൂദന്മാരുടെ പള്ളിയിൽ തുറന്ന് കർത്താവിൻ്റെ ക്രൂശ് മരണം വരെ പൗലോസ് വ്യക്തമായിട്ട് പ്രസംഗിക്കുകയാണ്. നമ്മൾ നേരത്തെ കർത്താവിൻ്റെ ദാസൻ പഠിപ്പിച്ച് നിർത്തിയ 12-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ സ്തെഫാനോസിന് യേശുവിൻ്റെ ക്രൂസിലേക്ക് കടക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അവിടെ ശലോമോൻ വരെ പറഞ്ഞു നിർത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് അദ്ദേഹം തന്നെ ഇവരെ സന്നിധിയ സംഘത്തിനെ വളരെ ശക്തമായിട്ട് അവരെ റിബ്യൂക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവർ കോപം കൊണ്ട് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ പൗലോസ് അവിടെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസിന് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായത്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ് പ്രധാനമായിട്ടും ഇവരോട് പറയേണ്ടത്. അപ്പോൾ സ്തെഫാനോസിൻ്റെ ചരിത്ര ഭാഗങ്ങളൊക്കെ പൗലോസിൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ട് തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് വളരെ ആ സുവിശേഷം എങ്ങനെയും ഇവരുടെ കാതുകളിൽ എത്തിക്കുക എന്നുള്ളതായ ഒരു വലിയ സ്ട്രാറ്റജിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ശക്തമായിട്ട് യേശുവിൻ്റെ ക്രൂസിനെ കുറിച്ച് സങ്കീർത്തന പുസ്തകങ്ങൾ, പ്രവചന പുസ്തകങ്ങളൊക്കെ ആധാരമാക്കി ശക്തമായ നിലയിൽ അവരോട് സുവിശേഷം പറയുവാനിടയായി. ഇതുവരെ കേട്ടിട്ടില്ലാത്ത, യഹൂദന്മാരുടെ ഇടയിൽ ഇതുവരെ പ്രചരിക്കാത്ത ഒരു സുവിശേഷം അവർ കേൾക്കുമ്പോൾ സ്തോത്രം അവർക്ക് വളരെ കൗതുകം ഉണ്ടാകുവാനിടയായി തീർന്നു. അവിടെ പറയുന്ന, ഞാൻ എൻ്റെ 38-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് യേശുവിൻ്റെ ദാവീദിൻ്റെ ചരിത്രവും ഒക്കെ പറഞ്ഞ്, ദാവീദ് മരിച്ച് അടക്കപ്പെട്ടു, ദാവീദിൻ്റെ കല്ലറ അങ്ങനെ ഇരിക്കുന്നു, ഇന്നും ദാവീദ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എന്നാൽ സ്തോത്രം സങ്കീർത്തന ഭാഗം എടുത്തുകൊണ്ട് പറയണം, അവൻ്റെ പരിശുദ്ധൻ ഒരിക്കലും ദ്രവത്വം കണ്ടില്ല, ഒരിക്കലും അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു, മരണം പാശങ്ങളെ അഴിച്ച് ദൈവം അവനെ ഉയർപ്പിച്ചു എന്നുള്ള ഒരു കാര്യം ഇവിടെ അസന്നിഗ്ധമായി പൗലോസ് പ്രഖ്യാപിക്കുകയാണ്. സ്തോത്രം. ഈ ഭാഗം പറഞ്ഞിട്ട് പൗലോസ് അവിടെ സ്തോത്രം പറയുന്ന പ്രത്യേകമായ ഒരു കാര്യം എൻ്റെ 38-ാമത്തെ വാക്യമാണ്. ഇവൻ മൂലം നിങ്ങളോട്
പാപമോചനം അറിയിക്കുന്നു. സ്തോത്രം. പാപത്തിന് ഇതുവരെ ചെയ്ത ഒരു പരിഹാരം, അല്ലെങ്കിൽ ആ സ്തോത്രം, ന്യായപ്രമാണം ആചരിക്കുന്ന യഹൂദനെ സംബന്ധിച്ചിടത്തോളം പാപം എന്ന് പറയുമ്പോൾ അവൻ്റെ ആട് മാടൊക്കെ യാഗം അർപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദന് ഇതൊരു പുതിയതായിട്ടുള്ള ഒരു സംഭവം, ഒരു ഉപദേശമായിട്ട് കേൾക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ അവിടെ കൂടുന്ന ജാതികൾക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയാണ്. സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ, പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാനായിട്ട് യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ മറ്റൊരു വഴി ഇല്ല എന്ന് അവരെ ധരിപ്പിക്കുവാനായിട്ട് പൗലോസിന് കഴിഞ്ഞു. പൗലോസ് പറയുന്ന ഒരു പ്രത്യേകമായ സുവിശേഷത്തിന്റെ കാതലായിട്ടുള്ള ഒരു ഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തു മൂലം പാപമോചനമുണ്ട് എന്ന് മാത്രമല്ല, മോശയുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും കർത്താവായ യേശു ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. സ്തോത്രം. അവിടെയാണ് പൗലോസ് ആ ഒരു ഭാഗം വളരെ ശക്തമായിട്ട് പ്രതിപാദിക്കുന്നത്. നമ്മളെ ഈ നീതീകരണം അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണം സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ പഠിക്കുന്നത് റോമാലേഖനവും ഗലാത്യ ലേഖനവുമാണ്. റോമാലേഖനവും ഗലാത്യ ലേഖനം വളരെ വ്യക്തമായി പൗലോസ് വളരെ സ്ട്രോങ് ആയിട്ട് ആ ഭാഗം വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് വളരെ ശക്തമായി പഠിപ്പിക്കുന്നത് അതിനകത്ത് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുവാനുള്ള താല്പര്യപ്പെടുന്നില്ല. നമുക്ക് അത്രത്തോളം അനുവദനീയമല്ല. അതുകൊണ്ട് ഇവിടെ ശക്തമായിട്ട് പറയുകയാണ്. ഇവിടെ 40-ാമത്തെ വാക്യത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ 1-5 വാക്യോടെ കോട്ട് ചെയ്തിട്ട് പൗലോസ് പറയുകയാണ്, യെരുശലേമിന് വന്ന ന്യായവിധി നിങ്ങൾക്ക് വരാൻ പാടില്ല. നിങ്ങൾ അതുകൊണ്ട് വിശ്വസിക്കുക. നിങ്ങൾ ഈ ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞുകൊള്ളുവാൻ, അല്ലെങ്കിൽ ഈ നാശത്തിൽ നിന്നും, വരാനിരിക്കുന്ന വലിയ ഒരു നാശത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു ആഹ്വാനം അവർക്ക് കൊടുക്കുകയാണ്. അത് മാത്രമല്ല, യഹൂദന്മാർ ആചരിച്ചു പോകുന്ന ന്യായപ്രമാണത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു നീതീകരണം ഉണ്ടാകുകയില്ല. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അല്ലാതെ, യേശുവിൽ കൂടെ വിശ്വസിക്കുന്നതല്ലാതെ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ല എന്ന് വളരെ ശക്തമായി അവിടെ പൗലോസ് സുവിശേഷിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ജാതികളായ ആൾക്കാർക്ക് ഇത് വളരെ കൗതുകമുണ്ടായി, അവർക്ക് വളരെ താല്പര്യമുണ്ടായി. അതിനകത്ത് ഒരുപറ്റം യഹൂദൻ മതാനുസാരികളും യഹൂദന്മാർക്കും ഒക്കെ ഇതിനകത്തോട് താല്പര്യമുണ്ടായി. സ്തോത്രം. അവര് ഇത് കഴിഞ്ഞ ശേഷവും പിന്നെ അടുത്ത ആഴ്ചയിൽ ശബ്ദത്തിൽ ഈ വചനം ഞങ്ങളോട് സംസാരിക്കണമെന്ന് അവരോട് അപേക്ഷിക്കുകയും പള്ളി പിരിഞ്ഞ് ഒരു കൂട്ടം യഹൂദന്മാരും മറ്റു മതാനുസാരികളും ഒക്കെ പൗലോസും ബർന്നബാസും താമസിച്ച സ്ഥലത്ത് എന്ന് അവരെ അനുഗമിച്ചു. സ്തോത്രം. 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. 13:43. പള്ളി യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. സ്തോത്രം. അവിടെ പറയുന്ന ഒരു സുവിശേഷം ദൈവകൃപയുടെ സുവിശേഷമാണ്. അപ്പോൾ ദൈവകൃപയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങളുടേതായിട്ടുള്ള യാതൊരു പ്രവൃത്തികളാലും നിങ്ങൾ ഒരു കാലത്തും നീതീകരിക്കപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു കാലത്തും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുകയില്ല എന്ന് വളരെ ശക്തമായി അവിടെ പറയും. അതിനെപ്പറ്റി കൂടുതൽ ലൂക്കോസ് വിവരിച്ചിട്ടല്ല എങ്കിലും നമുക്കത് വായിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ തങ്ങളെ ഫോളോ ചെയ്ത ആൾക്കാരെ പൗലോസും ബർന്നബാസും അവരെ ദൈവകൃപയിൽ നിൽക്കണം. ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. ഇത് നമുക്ക് സൗജന്യമായിട്ട് ലഭിച്ചതാണ്. ഇത് നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത് മേടിക്കുന്ന ഒന്നല്ല. ഇത് കൃപയുടെ സുവിശേഷമാണ് എന്ന് പറഞ്ഞ് അവരെ ശക്തമായിട്ട് അതിനകത്ത് നിലനിൽക്കേണ്ടതിന് വരെ അവരെ ഉത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗം വിടുന്നു. അവിടെ പിന്നെ 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഹൂദന്മാരുടെ അല്ലെങ്കിൽ വലിയൊരു ഒപ്പോസിഷനാണ് അവിടെ കാണുന്നത്. സ്തോത്രം. എന്തുകൊണ്ട് യഹൂദന്മാർ ഇതിനെ എതിർക്കുവാനിടയായി തീർന്നു? കാരണം യഹൂദന്മാരുടെ വിചാരം അവർക്ക് മാത്രമാണ് സ്വർഗം ഉള്ളതെന്നാണ്. റോമാലേഖനം പഠിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ
അവൻ ജാതികളുടെയും ദൈവമല്ലയോ? റോമാലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യഹൂദന്മാരുടെ വിചാരം അവര് ആചരിച്ചു പോകുന്ന ന്യായപ്രമാണങ്ങളിൽ കൂടെ അവർക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ പൗലോസും ബർന്നബാസും പറയുകയാണ് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ മറ്റ് ജാതിക്കാർക്കെല്ലാം തന്നെ ഈ സുവിശേഷത്തിലേക്ക് എത്തിച്ചേരുവാൻ, പിതാവാൻ ദൈവത്തിന്റെ എത്തിച്ചേരുവാൻ, സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ആമേൻ ഒരു ആക്സസ് കിട്ടി എന്ന് അവർക്ക് മനസ്സിലായി. അതാണ് ഇവർ പറയുന്നത്. അത് ഇവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല. രണ്ടാമത്, യേശുവിനെ ദൈവമായിട്ട് അവർക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവരൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, അത് യഹോവയാൻ ദൈവം, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു ദൈവമാണെന്ന് യഹൂദന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് ദൈവദൂഷണമായിട്ടാണ് അവർ കരുതിയിരുന്നത്. ജാതികൾ വരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ യേശുവിനെ അറിയുന്നത്, അല്ലയോ സ്തോത്രം, ഒരു അല്ലലിയ നമ്മളെക്കാൾ മോശമായ സമൂഹത്തിൽ വളരെ താണ നിലയിലുള്ള ആൾക്കാരൊക്കെ യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ലേ? പലയിടത്തും പല സഭകളിലും ഞാൻ വിവേചനം കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ആ ഒരു പോയിന്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. പല സാഹചര്യങ്ങളിലും അങ്ങനെ അവരെ കൈക്കൊള്ളാനോ അവരെ സ്വീകരിക്കുവാനോ അവരെ എന്റർടൈൻ ചെയ്യുവാനോ ഇന്നത്തെ പലയിടങ്ങളിലും, എല്ലായിടവും ഞാൻ കുറ്റം പറയുകയല്ല, പലയിടങ്ങളിലും അത് കാണുന്നില്ല. ഇവിടെയും ഈ ഒരു പ്രതിസന്ധിയാണ്. ജാതികൾ ഈ സുവിശേഷം അക്സെപ്റ്റ് ചെയ്യുന്നത് യഹൂദന്മാർക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. ഇവരതിനെ എതിർക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് പൗലോസും ബർന്നബാസും അവിടെ വെച്ച് പറയുകയാണ്, നിങ്ങൾ ഇനി തൊട്ട് ഞങ്ങൾ ജാതികളിലേക്ക്, പുറജാതികളിലേക്ക് തിരികെയാണ്. ഈ സുവിശേഷം നിങ്ങൾ നിത്യജീവന് നിങ്ങളെ തന്നെ, അത് നിത്യജീവന് അൺവർത്തിയായി കണ്ടതുകൊണ്ട്, നിങ്ങൾ അയോഗ്യരായി കണ്ടതുകൊണ്ട് ഞങ്ങൾ ഇനി ജാതികളുടെ ഇടയിലേക്ക് തിരിയുകയാണ്. അവിടെ നിന്നാണ് ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഒരു വചനം പ്രത്യേകമായിട്ട് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലാണ് അത് പറയുന്നത്. സ്തോത്രം. കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. ആ ഒരു വചനം പൗലോസ് പറയാണ്, ഇത് ഞങ്ങളുടെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് ഈ വചനം. അതുകൊണ്ട് ജാതികൾക്ക് വേണ്ടി ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നേരത്തെ തന്നെ പൗലോസിന്റെ വിളിയിൽ അത് അനന്യാസിനോട് പറയുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. സ്തോത്രം. ഞാൻ എൻ്റെ നാമം ഇസ്രായേൽ മക്കൾക്കും ജാതികൾക്കും വേണ്ടി വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വെസലാണ് നീ. അപ്പോൾ പൗലോസിന്റെ വിളി അതാണ്, ജാതികളോട് സുവിശേഷം പറയുക എന്നുള്ള ആ ഒരു വിളി പൗലോസിന്റെ മേൽ ദൈവം ഓൾറെഡി ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ യഹൂദന്മാർ ഒരുവിധം എങ്ങനെയും ഇവരെ നശിപ്പിക്കുക, ഇവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊന്നുകളയുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇവിടെ ഇവർ പ്രയോഗിക്കുന്നത്. അതിന്റെ 50-ാമത്തെ 48-ാമത്തെ വാക്യത്തിൽ നമ്മൾ എങ്ങനെ വായിക്കുന്നു? വായിച്ചു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. ഇവിടെ ജാതികൾക്ക് ഇതൊരു ഭയങ്കര സന്തോഷമായി. അവർക്കിതൊരു ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അവർ പല കർമ്മങ്ങളും മാർഗങ്ങളും ഒക്കെ ചെയ്ത് എങ്ങനെയും പാപമോചനവും എൻ്റെ മുക്തിക്കും വേണ്ടി നടക്കുന്നു, പല ദേവന്മാരെ വിളിക്കുന്നു. അവർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ സൗജന്യമായി യാതൊരു പ്രവൃത്തിയും കൂടാതെ ഈ രക്ഷയെ അറിയുവാൻ അവർക്കൊരു ഭാഗ്യം കിട്ടിയപ്പോൾ അവരത് ഏറ്റെടുക്കുകയും അത് സന്തോഷിക്കുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ വിശ്വസിച്ചവരെയാണ് നിത്യജീവനായി നിയമിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. വിശ്വസിക്കാത്തവരെ നിത്യജീവനായിട്ട് നിയമിക്കുന്നില്ല. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ അവർ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ പൂർണ്ണമായി വിശ്വസിച്ചു. അത് മാത്രമല്ല, ഈ സുവിശേഷം ആ നാട്ടിൽ എല്ലായിടവും സ്പ്രെഡ് ആകുവാനിടയായി തീർന്നു. അതാണ് സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത. അതാണ്, അത് വളരെ ശക്തമായി വ്യാപിക്കുന്ന ഒന്നാണ്. സ്തോത്രം. ആ സുവിശേഷത്തിന്റെ ഒരു ശക്തിയുടെ അല്ലെങ്കിൽ അത്രത്തോളം ഒരു വ്യാപനം ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി നമുക്ക് 10-24 പേർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് കൃപ ചെയ്തത്. നമ്മൾ വിവിധ ഇടങ്ങളിൽ വളരെ പല സ്ഥലങ്ങളിൽ കിടന്ന് ഹല്ലേലൂയ സ്തോത്രം പലതരത്തിലുള്ള ജീവിത രീതികൾ നയിച്ച നമ്മുടെ പിതാക്കന്മാരെ ഒക്കെ ദൈവം ഓരോ കാലാകാലങ്ങളിൽ വിളിച്ച് വേർതിരിച്ച് അല്ലെങ്കിൽ അവർ ആ സുവിശേഷം ഏറ്റെടുത്തു, അവരനുസരിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും ഈ ഭാഗ്യ പദവിയിൽ
എത്തിച്ചേരുവാനായിട്ട് കൃപ ചെയ്തത്. അപ്പോൾ സുവിശേഷം ഒരിക്കലും മരിക്കുന്നില്ല, അതിന് എപ്പോഴും ജയമാണ്. സുവിശേഷത്തിൻ്റെ വിത്ത് ഏത് ദേശത്ത് വിതച്ചാലും അത് ശക്തമായി, ഹല്ലേലൂയ സ്തോത്രം, അതിനൊരു ഫലമുണ്ടെന്നാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ തുടർന്ന് യഹൂദന്മാർ അടങ്ങിയിരിക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? ഇവരെ എങ്ങനെയെങ്കിലും ആട്ടിപ്പായിച്ച്, അവരെ ഡിസ്കറേജ് ചെയ്ത്, അവരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുവാനുള്ള പൈശാചിക തന്ത്രങ്ങളാണ് നടക്കുന്നത്. ഇന്നും ആ തന്ത്രങ്ങളാണ് ഇപ്പോഴും സുവിശേഷ വിരോധികൾ മുഖാന്തരം പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുവിശേഷ വിരോധികളായ ആൾക്കാരെ പിശാചി കയ്യിലെടുത്ത്, ഹല്ലേലൂയ സ്തോത്രം, ഇന്നും അതിനെതിരായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. ഈ യഹൂദന്മാർ, ഹല്ലേലൂയ സ്തോത്രം, ഇവർ ചെയ്തത്, അന്നത്തെ റോമൻ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അവരുടെ, ഹല്ലേലൂയ, അവിടെ ഉദ്യോഗസ്ഥരായിരുന്ന അവരുടെ ഭാര്യമാരെയൊക്കെ സ്വാധീനിച്ചതാണ്. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെ, ഒത്തിരി ഈ റോമൻ, ഹല്ലേലൂയ, സ്ത്രീകൾ ആ ഗവൺമെന്റ് അന്ന് ഭരിച്ചിരുന്ന കാലത്ത് ആ ജനങ്ങളൊക്കെ ഒത്തിരി പേര് യഹൂദ മതം സ്വീകരിച്ചവരുണ്ട്. അപ്പോൾ അവിടുത്തെ അങ്ങനെയുള്ളതായിട്ടുള്ള അറിയപ്പെട്ട മാന്യരായ സ്ത്രീകളെ ഇവർ വശത്താക്കിയിട്ട് അവരെ എല്ലാം കൂടെ ഇളക്കി ഇവർക്കെതിരായിട്ട് നീങ്ങി അവരെ ആ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി കളയുവാനായിട്ട് ഒരു പേഴ്സിക്യൂഷൻ അല്ലെങ്കിൽ ഒരു ഉപദ്രവം അവരുടെ നേരെ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവർ ചെയ്തത്, അവരാ ദേശ സുവിശേഷം ശക്തമായി, ഹല്ലേലൂയ, പ്രചരിപ്പിച്ചു. ആ പിസിദ്യയിലെ അന്ത്യോക്യ എന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ക്രിസ്തു മാർഗം അല്ലെങ്കിൽ ഈ സുവിശേഷം ശക്തമായി സ്പ്രെഡ് ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ ഒരു കാര്യം അവിടെ സംഭവിച്ചത്, അവരെ ആ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. കർത്താവിൻ്റെ ഒരു വചനമുണ്ട്, മത്തായിയുടെ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമാണ്. ലൂക്കോസിന് 10 അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് തന്നെ 70 പേരെ അയച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങളെ കൈക്കൊണ്ടില്ല എങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ അത് തന്നെയാണ് അവർ ചെയ്തത്. അതിൻ്റെ 51-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് അവർ ഇക്കോന്യയിലേക്ക് പോയി. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഈ അന്ത്യോക്യയിലെ പിസിദ്ദേശത്തിലെ അന്ത്യോക്യയിൽ നിന്ന് അവർ പിന്നീട് അടുത്ത് പോകുന്ന ഇക്കോന്യയിലേക്കാണ്. സ്തോത്രം. അപ്പോൾ ഇക്കോന്യയിൽ ഒരു കൂട്ടം ആൾക്കാർ രക്ഷിക്കപ്പെടാൻ ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ പദ്ധതി അതായതുകൊണ്ട്, ആമേൻ സ്തോത്രം, ഇവരെ അവിടുന്ന്, ഹല്ലേലൂയ സ്തോത്രം, ഓടിച്ചു കളയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. അവിടെ കർത്താവ് പ്രത്യേകം പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങളെ ഒരു പട്ടണത്തിൽ നിങ്ങളെ കൈക്കൊണ്ടില്ല എങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് പോകണം. ആ ഉപദേശമാണ് അവർ ഇവിടെ ഏറ്റെടുത്ത്, ഹല്ലേലൂയ, അത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് അവർ ഇക്കോന്യയിലേക്ക് പോയി. ഇക്കോണിയം എന്ന് പറയുന്ന, സ്തോത്രം, സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മളിനി കാണുന്ന അപ്പോസ്തലനായ പൗലോസ് ബർന്നബാസും ഇക്കോന്യയിലേക്ക് പോകുന്ന, ഹല്ലേലൂയ, അവിടെ തുടർന്നുള്ള യാത്രകളാണ് 14-ാം അധ്യായത്തിലോട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ അവർക്ക് എന്തെല്ലാം പെർസിക്യൂഷൻ അല്ലെങ്കിൽ ഉപദ്രവങ്ങളൊക്കെ വന്നാലും അവരുടെ ഉള്ള് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 14-ാമത്തെ വാക്യം വായിച്ചു. ഇക്കോനിയയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. ഇക്കോന്യം എന്ന് പറയുന്ന സ്ഥലം, അത് ഇന്ന് അറിയപ്പെടുന്നത് കോന്യ എന്നാണ്. ഇക്കോണിയം അത് ഒരു സൗത്ത് സെൻട്രൽ തുർക്കിയുടെ ഭാഗമായിട്ടാണ് ഈ സ്ഥലം ഇന്ന് അറിയപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഞാൻ എൻ്റെ ഒരു മിഷണറി യാത്രയുടെ ഒരു ചെറിയൊരു മാപ്പ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഇവിടെ പൗലോസിന്റെ 1-ാമത്തെ മിഷണറി യാത്രയുടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളാണ്. സ്തോത്രം. അവരാദ്യം അന്ത്യോക്യയിൽ നിന്ന് സൈപ്രസിൽ വരുന്നു. സൈപ്രസിൽ നിന്ന് സലാമിസ്, പാപ്പോസിൽ നിന്നാണ് ആ സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പൊക്കത്തിലുള്ള അവിടെ നിന്ന് പാമ്പില്ലിയെ വരുന്നു. പാമ്പില്ലിയിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് നമ്മളെ 4-ാമത്തെ സ്ഥലമാണ് ഈ പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യ എന്ന് പറഞ്ഞ സ്ഥലം.
ഈ ഇവിടെ നിന്ന് അഞ്ചാമത്തെ അവരുടെ പോയിന്റാണ് ഇവിടെ ഇക്കോന്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്. ഇതെല്ലാം തെക്കൻ ഗലേഷ്യ പ്രദേശങ്ങളാണ്. ഇതെല്ലാം തുർക്കിയുടെ ഭാഗങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. സ്തോത്രം. അതിൻ്റെ ഇക്കോന്യയിലാണ് അവരിപ്പോൾ ഇവിടെ 14 അധ്യായം തുടങ്ങുമ്പോൾ അവരുടെ മിഷണറി യാത്ര വന്ന് നിൽക്കുന്നത് ഇക്കോണിയം അല്ലെങ്കിൽ ഇക്കോന്യ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയും യഹൂദന്മാരുടെ ഒരു പള്ളി ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർക്ക് കിട്ടിയ അവസരങ്ങൾ അവർ ഉപയോഗിക്കുകയാണ്. സ്തോത്രം. അവരെ അതിന്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. നമുക്കിന് വളരെ ചുരുങ്ങിയ ഒരു 10-15 മിനിറ്റ് നമ്മുടെ മുമ്പിലുള്ളൂ. അവിടെ അല്പം സ്പീഡിൽ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്കിതൊന്നും തീരത്തില്ല ഇത്. അല്ലെ സ്തോത്രം. യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയ ഒരു പുരുഷാരം വിശ്വസിക്കുവാൻ തക്കവണ്ണം അല്ലെലിയ അവർ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ പൗലോസിന്റെയും ബർന്നബാസിന്റെയും സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയിൽ ക്രിസ്തുവിനെ അവർ അവതരിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ഒരാൾ വിശ്വസിക്കുന്ന നിലവാരത്തിലാണ് അവിടെ അവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സുവിശേഷം എപ്പോഴും അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്ന തരത്തിലേക്ക് അവതരിപ്പിക്കുവാനുള്ള ഒരു ദൈവകൃപ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാപിക്കണം. സ്തോത്രം. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സുവിശേഷത്തിന് ശക്തിയുണ്ട്. സുവിശേഷം പറഞ്ഞാൽ ആൾക്കാർ ഏറ്റെടുക്കും, അവർ മാനസാന്തരപ്പെടും, അതിന് സംശയമില്ല. പക്ഷെ ഇവിടെ പൗലോസ് ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷയുള്ളൂ, യേശു ക്രിസ്തു ദൈവമാണ്, യേശു ക്രിസ്തുവിൽ കൂടെയാണ് ഒരു നീതീകരണം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്ന നിലവാരത്തിൽ വിശ്വസിക്കുവാൻ, യേശുവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം സംസാരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെയും ഒപ്പോസിഷൻ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാലോ, എവിടെയും സുവിശേഷം മുകളിലോട്ട് പടരാതിരിക്കുവാനായിട്ട് സാത്താൻ പല തന്ത്രങ്ങളും ഉപയോഗിക്കും. അത് ആ കാലഘട്ടത്തിലുണ്ട്, ഈ കാലഘട്ടത്തിലുമുണ്ട്. സ്തോത്രം. ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിശ്വസിക്കാത്ത ഒരു കൂട്ടം യഹൂദന്മാർ ജാതികളുടെ മനസ്സ് ഇവർക്ക് നേരെ ഇളക്കി അവരെ വഷളാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അതിൻ്റെ 2 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ ഇക്കോന്യയിൽ അവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. സ്തോത്രം. അവിടെ എന്നാൽ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, ഇവരുടെ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മൾ അത്ഭുതവും അടയാളവും ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകേണ്ടത്. അങ്ങനെ ഒരിക്കലും കർത്താവും അതിനല്ല വന്നത്. അത്ഭുതവും അടയാളവും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കും. ഇവരുടെ ഒറ്റ എയിം ഇത് മാത്രമേ ഉള്ളൂ, സുവിശേഷം പറയുക. ഇന്ന് രാത്രി ഞാൻ, പ്രിയമുള്ളവരെ, ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടോടും പറയാനുള്ളത്, സുവിശേഷം എന്നോട് നിങ്ങളോട് ദൈവം പറഞ്ഞു നിങ്ങൾ പറയുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ ക്രിയകളും ചെയ്യേണ്ടത് ദൈവമാണ്. സ്തോത്രം. ഇവിടെ ഇവർക്ക് ഒരു ലക്ഷ്യമുള്ളൂ. ഇവർ ചെന്ന് വലിയ അല്ലെങ്കിൽ അത്ഭുതവും അടയാളവും ഒന്നും കാണിക്കാൻ വേണ്ടി അല്ല അവർ ആ ദേശത്ത് പോയത്. എന്നാൽ നമ്മൾ ആ ദേശത്ത് കാലുകുത്തുമ്പോൾ തന്നെ അല്ലെ ജനം എങ്ങനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ തക്കവണ്ണമുള്ള വരങ്ങൾ അവരുടെ മേൽ പകർന്നു. അത് ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. രാത്രി ഞാനത് ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, പൗലോസ് ബർന്നബാസും ഇവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ സുവിശേഷം ഈ പുറജാതിക്കാരോട് പറയണം. ഈ ദേശത്തുള്ള അല്ലിയ യവനന്മാരായ ആൾക്കാരോട് ഇത് എങ്ങനെയും അവതരിപ്പിക്കണം. അത്ഭുതമോ അടയാളോ ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മൾ വലിയ വലിയ ക്രൂസേഡുകൾ നടത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും, അങ്ങനെ ഒരു സ്ട്രാറ്റജി 1-ാം നൂറ്റാണ്ടിൽ അവർ ചെയ്തതായിട്ട് ഒരു വചനത്തിലും നമ്മൾ വായിക്കുന്നില്ല. ഒരു അപ്പോസ്തല പ്രവൃത്തി ഇത്രയും വായിച്ചിട്ടും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ദൈവം അവരെ കൊണ്ട് ഒരു പ്രത്യേക നിയോഗത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്തത്. ഇതിനു വേണ്ടി നമ്മൾ
കുറെ സ്റ്റേജും കെട്ടി കുറെ അത്ഭുതവും അടയാളവും എന്ന് പറയുന്ന ഒരു പദ്ധതി ആ കാലഘട്ടത്തിൽ അവർ ചെയ്തില്ല. പക്ഷേ അതിനു വേണ്ടിയല്ല അവർ പോയത്. അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ സുവിശേഷം പറയുക. അത് നമ്മൾ അടുത്ത ഭാഗം വായിക്കുമ്പോൾ അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാനുള്ള ഒരു വലിയ വരം അവരുടെ മേൽ ഇമ്പാർട്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ആ ദേശത്ത് അത്ഭുതങ്ങളും അടയാളം നടന്നു. ഇക്കോന്യയിലൊക്കെ സുവിശേഷം പറഞ്ഞ് സഭകൾ സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. പക്ഷെ അവിടെ കൊണ്ടും പിശാച് അടങ്ങിയിരിക്കുന്നില്ല. അവർക്ക് എതിരുകൾ ഉണ്ടാകും. നമ്മളെ പ്രിയമുള്ളവരെ, പിശാച് എതിർത്തോട്ടെ, പല പ്രതിസന്ധികൾ വന്നോട്ടെ, എന്നാൽ സുവിശേഷം പറയുക, പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ദൈവം എവിടെ നമ്മളെ നിയോഗിച്ചയച്ചോ ആ ദേശത്ത് നമ്മൾ ചെയ്യുന്ന കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളതാണ്. അവിടെ അത്ഭുതം ചെയ്യൂ, അടയാളം ചെയ്യൂ. ഞാൻ പലപ്പോഴും കർത്താവെ, എവിടെയെങ്കിലും ഇറങ്ങി പുറപ്പെടണമെങ്കിൽ കുറച്ച് ഗിഫ്റ്റൊക്കെ വേണം, കുറെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടിയാലേ പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വചനം എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, അല്ല, ഗിഫ്റ്റിന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ദൈവം നമുക്ക് മുമ്പായിട്ട് ദൂതനെ അയച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് നമ്മുടെ മേൽ അതിനൊരു ഇമ്പാർട്ടേഷൻ ദൈവം തരികയും രോഗികൾ വന്നാൽ അവിടെ രോഗികൾ സൗഖ്യമാകും, അല്ലിയ മുടന്തർ എഴുന്നേക്കും, കുരുടർ കാണുവാനിടയായിത്തീരും. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം യേശുവിന്റെ സുവിശേഷം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയും അവരെ അപമാനിക്കുവാനും കല്ലെറിയുവാനും ആരംഭിച്ചു. അവിടെയും അവർ തളർന്നു പോകുന്നില്ല. പക്ഷേ കർത്താവ് അവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് മത്തായി 10-ാം അധ്യായത്തിൽ ഞാൻ നേരത്തെ വായിച്ച പോലെ അവിടെയും കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ, അല്ലെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് നേരെ, മത്തായി സുവിശേഷം 10-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കും. നമുക്ക് വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. സ്തോത്രം. അതിന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ഒരു പട്ടണത്തിൽ നിങ്ങളെ അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ നിങ്ങൾ അവിടുന്ന് ഓടിപ്പോവുക. കർത്താവിന്റെ ഉപദേശം അവരവിടെ പിന്നെയും അനുസരിക്കുന്നു. അല്ലെങ്കിൽ ഇക്കോന്യയിൽ അവിടെയും സഭകൾ സ്ഥാപിച്ചു. അവിടെ സുവിശേഷം സ്പ്രെഡ് ചെയ്തു. അനേകർ യേശുവിൽ വിശ്വസിക്കുവാനിടയായി. ഭിന്നപക്ഷങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്, അതിനിടയിൽ തളർന്നു പോകുന്നില്ല. അവർ കർത്താവിൽ വളരെ ആശ്രയിക്കുന്നു. ഒരു കാര്യമുള്ളൂ, നമ്മൾ എപ്പോഴും നമ്മൾ കർത്താവിനെ ട്രസ്റ്റ് ചെയ്തു പോകുക എന്നുള്ളതാണ്. കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റുക എന്നുള്ളതാണ്. സ്തോത്രം. അവിടെ പറയുന്ന അവർ വളരെ കാലം അവിടെ പാർത്തു എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങളുടെ അങ്ങേ പീക്കിലെത്തുന്നത് വരെ അവരവിടെ താമസിക്കുവാൻ ഇടയായി തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. അവർ അവിടെ വളരെ കാലം പാർത്തു. അവർ ഇവരെ ഒന്നും ഭയപ്പെടുന്നില്ല. അവർ ഭയപ്പെടുന്നത് കർത്താവിനെയാണ്. സ്തോത്രം. അവരവിടുന്ന്, അല്ലെ സ്തോത്രം, ഇവരുടെ ഒപ്പോസിഷൻ കാരണം, ഇത് ഉപദ്രവം കാരണം, അല്ലെ അവരവിടുന്ന് ഓടിപ്പോകുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ ഉപദേശം അവർ ഏറ്റെടുത്തിട്ട് ആ പട്ടണത്തിൽ നിന്നും അവർ ഓടിയിട്ട്, അല്ലെ സ്തോത്രം, ഇക്കോന്യയിൽ നിന്നും അവർ ഓടി ലുസ്ത്ര, ദർബ, ലുക്കോന്യ പട്ടണങ്ങളിലേക്ക് അവർ ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു. ഈ സ്ഥലങ്ങളിലെല്ലാം സ്തോത്രം നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെയെല്ലാം സുവിശേഷം സ്പ്രെഡ് ചെയ്ത് സഭകൾ സ്ഥാപിച്ചു പോകുവാൻ ഇടയായി. അത് ഈ ഭാഗത്തായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കും. ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് മുമ്പിലുള്ളൂ. അലലിയ ലുസ്ത്ര എന്ന സ്ഥലത്ത് വന്നപ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. സ്തോത്രം. അലലിയ ലുസ്ത്രയിൽ വന്നപ്പോൾ അവിടെ ഒരു മുടന്തനായ ഒരു മനുഷ്യനെ കാണുന്നു. അവിടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്തോത്രം, പൗലോസ്, അലലിയ സ്തോത്രം, ഒരു മനുഷ്യൻ സുവിശേഷം ശ്രദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ ഒരു ആത്മീകമായ വിവേചനം നമുക്ക് പൗലോസിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഒരു വിവേചനമാണ്. നമ്മളെ പ്രസംഗിക്കുമ്പോൾ നമ്മളെ കേൾക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ സുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആരിത് ഏറ്റെടുക്കുന്നു, ആരിതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേചനം അല്ലെങ്കിൽ പൗലോസിന് അത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ പൗലോസ് ഇത് പ്രസംഗിക്കുമ്പോൾ, സ്തോത്രം, അല്ലെങ്കിൽ പൗലോസ് സംസാരിക്കുന്നത് കേൾക്കുവാനും, അല്ലെങ്കിൽ പൗലോസിനെ ശ്രദ്ധയോടെ നോക്കിയാണ്. ഒരു കാര്യം മനസ്സിലായി: യേശുവിനെ വിശ്വസിച്ചാൽ അല്ലെങ്കിൽ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ നടക്കും, ഒരു രക്ഷ നടക്കുമെന്ന് ഈ മുടന്തനായ മനുഷ്യന് തോന്നി അവൻ്റെ ഉള്ളിൽ അത് അങ്ങനെ ചിന്ത വന്നതുകൊണ്ട് പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുകയും
അല്ലിയ സ്തോത്രം അവനെ പൗലോസിനെ പൂർണ്ണമായിട്ട് അല്ലിയ ഉറ്റുനോക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് സ്തോത്രം പൗലോസ് ഇത് കണ്ടപ്പോൾ അല്ലിയ സ്തോത്രം അത് ഒരു കാര്യം പൗലോസ് അവന് സൗഖ്യം പ്രാപിക്കുവാനുള്ള അല്ലിയ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നോക്കിയോണം. ഒരാളുടെ വിശ്വാസത്തെ പോലും പൗലോസ് വിവേചിച്ചു മനസ്സിലാക്കുന്ന നിലവാരത്തിൽ പൗലോസിന്റെ ആത്മതലം വളരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നിസ്സാരമായാലും ഇവിടെ ബർന്നബാസ് ഹല്ലേലൂയ കൂടെയുണ്ട്. ബർന്നബാസും ശുശ്രൂഷയിൽ എല്ലാം സുവിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൗലോസിനെയാണ് ഒരു മുഖ്യ പ്രസംഗിയായിട്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ കാണുന്നത്. സ്തോത്രം. അവിടെ അതിൻ്റെ 10ാമത്തെ വാക്യം, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നേൽക്ക എന്ന് ഉറക്കെ പറഞ്ഞ് അവൻ കുതിച്ച് എഴുന്നേറ്റ് നടക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഒറ്റ അതാ ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പോൾ ഒരു ലുസ്ത്രയിലെ ഒരു മുടന്തനെ സൗഖ്യമാക്കാൻ വേണ്ടി പോയതല്ല, ലുസ്ത്രയിൽ സുവിശേഷം പറയുവാനാണ് പൗലോസ് പോയത്. സ്തോത്രല്യം. ഈ കാലഘട്ടത്തിലും നമ്മളായിരിക്കുന്ന പട്ടണത്തിൽ നമ്മൾ സുവിശേഷം പറയാൻ തുടങ്ങിയാൽ രോഗികൾ സൗഖ്യമാകും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അവർ മാനസാന്തരപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ ഫോക്കസ് യേശുക്രിസ്തു ആയിരിക്കണം, സുവിശേഷം ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലും കർത്താവിന് നമ്മെ കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുമെന്ന് ഇന്ന് രാത്രി നിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇവിടെ ആ ദേശത്ത് ലുസ്ത്രയിൽ ഒരു മുടന്തനായ മനുഷ്യൻ, ഇത് എന്നും മുടന്നു നടന്നൊരു അമ്മയുടെ ഗർഭവും മുടന്തനായ മനുഷ്യൻ, അവിടെ ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. ആ മനുഷ്യൻ എഴുന്നേറ്റപ്പോൾ അവിടെ ഈ ഗ്രീക്ക് ദേവന്മാരെ ഇന്ദ്രനെയും ബുധനെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു വലിയ അത്ഭുതമായി മാറി. സ്തോത്രം. അവർക്ക് അന്നത്തെ കാലത്ത് ഈ വലിയ വിശ്വാസമുണ്ട്. അപ്പൊ അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ ഇന്ദ്രനും ബുധനും ഈ ദേവന്മാർ, ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് സ്തോത്രം സിയൂസും ഹെർമീസും, ബർന്നബാസിനെ സിയൂസ് ദേവനെന്നും പോളിനെ ഹെർമസ് എന്നും ആണ് ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത്. ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രസംഗിയായാൽ അവന് ബുധൻ എന്നും പേര് വിളിച്ചു. ഈ ബുധനും ഇന്ദ്രനും ഒക്കെ അവരുടെ ഗ്രീക്ക് ദൈവങ്ങളാണ്. സ്തോത്രം. ഇവരുടെ വിചാരം ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു, ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നു. അവരുടെ വിശ്വാസം അതാണ്. കാരണം ഒരു അത്ഭുതം നടക്കുന്നു. അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ പാഗൻ ആണ്, ഇങ്ങനെയുള്ള ദൈവങ്ങളെയാണ് അവർ വിശ്വസിക്കുന്നത്. സ്തോത്രം. അവരുടെ വിചാരം ഇവർ ഇറങ്ങി വന്ന് ഹല്ലേലൂയ ഇവരെന്തോ അത്ഭുതം ചെയ്തതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. അതുകൊണ്ട് അവർ ഓരോ പേരൊക്കെ ഇടുന്നത് മാത്രമല്ല, ഇത്രയും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതമായി കണ്ടതുകൊണ്ട് പൗലോസിനെയും ബർന്നബാസിനെയും ആരാധിക്കുവാനായിട്ട് ആ ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ ഹല്ലേലൂയ ഈ ഇതുപോലെ പൂമാലകളും ഒക്കെ കൊണ്ടുവന്ന് കാളകളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് യാഗം അർപ്പിക്കാനായിട്ട് പോവുകയാണ്. അവരെ ഒരു വലിയ സെലിബ്രിറ്റി ആക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അവരിവരെ അങ്ങ് ഒരു വലിയ ദൈവമാക്കി മാറ്റാൻ പോവുകയാണ്. ഈ കാലഘട്ടത്തിലും ഇത് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളൊക്കെ വരുമ്പോൾ 10 പേര് നമ്മളെ പൂമാലയിട്ട് സ്വീകരിക്കണമെന്നും നമ്മുടെ പെട്ടി പിടിക്കണമെന്നും നമുക്ക് കുട പിടിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന സ്തോത്രം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ പല സുവിശേഷകന്മാരും പ്രശസ്തരായി എന്ന് അഭിമാനിക്കുന്ന പലരും അവരെയൊക്കെ ദൈവങ്ങളെപ്പോലെ കാണുന്ന തരത്തിലേക്കും നമ്മുടെ ഇടയിലും ഒരു അധപ്പതനമുണ്ട്. സ്തോത്രം. ഇവിടെ പൗലോസും ബർന്നബാസും ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസിനും ബർന്നബാസിനും ഒരു സമയത്തേക്ക് അവരുടെ ഇടയിൽ ഒരു വലിയ ആളായിട്ട് അല്ലെങ്കിൽ ഒരു ദേവനായിട്ട് മാറാമായിരുന്നു. ഇവിടെ അത് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ചിലരുടെ വിചാരം അവരിലെന്തോ ദിവ്യത്വം ഉണ്ടെന്നാണ്. അവരെന്തൊക്കെയോ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കൈയാൽ എന്തെങ്കിലും അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒക്കെ നടന്നാൽ നമ്മുടെ വിചാരം നമ്മളെന്തോ ദേവന്മാരാണ്, നമ്മളിലെന്തോ ദിവ്യത്വമുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയാലോ ബില്ലി ഗ്രഹാം ലോകപ്രശസ്ത സുവിശേഷകനാണ്, എത്രയോ പേര് രക്ഷയിലേക്ക് നയിച്ചതാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ മനുഷ്യൻ അൽഷിമേഴ്സ് വന്നിട്ടാണ് മരിക്കുന്നത് വർഷങ്ങളായിട്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഇത്രയും ഒരു അഭിഷിക്തൻ അല്ലെങ്കിൽ കർത്താവിന്റെ വേലയിൽ ശക്തമായി നിന്ന മനുഷ്യൻ. അപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെട്ട് എങ്ങനെയാണ് ഇവരെല്ലാം സാധാരണ മനുഷ്യരാണെന്ന്
ആമേൻ ജനത്തെ കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഒരു പ്രത്യേകമായ യാതൊന്നുമില്ല. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നടത്തുന്നതിന് വേണ്ടി ദൈവം ഓരോ കാലാകാലങ്ങളിൽ നമ്മുടെ മേൽ ചൊരിയുന്ന വരങ്ങളാണ്, ഇമ്പാർട്ടേഷനാണ്. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശരീരമില്ലാത്ത പരിശുദ്ധാത്മാവ് ശരീരമുള്ള നമ്മൾ കൂടെ അവൻ്റെ വേലകൾ പ്രവൃത്തി ആഗ്രഹിക്കുക. അതിലപ്പുറമായിട്ട് നമ്മൾ ആരും ദേവന്മാരോ ദിവ്യത്വമുള്ളവരോ നമ്മളെന്തോ പ്രത്യേകമായ ഒരു 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 വ്യക്തിയുമല്ല. നമ്മളിൽ ഒരു ശുശ്രൂഷ ഉണ്ട് എന്നുള്ളതല്ലാതെ അതിനപ്പുറമായിട്ട് മറ്റൊന്നുമില്ല. സ്തോത്രം. ഇവിടെ ഇവരെ തന്നെ ദൈവമാക്കിയപ്പോൾ, ഇവരെ തന്നെ ദേവന്മാരാക്കിയപ്പോൾ അവർക്കത് സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ വസ്ത്രം കീറി ഈ യാഗത്തെ തടുക്കുകയാണ്. അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അത് വളരെ അതിപ്രധാനമായ ഈ ലുസ്ത്ര എന്ന പട്ടണത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൗലോസ് അവതരിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരോട് ന്യായപ്രമാണമൊന്നും അല്ല ഇവിടെ പറയുന്നത്. അവിടെ ഉൽപ്പത്തിയോ പുറപ്പാടോ ലേവിയോ സംഖ്യ ആവർത്തനം ഒന്നും അവിടെ പ്രസംഗിക്കുന്നില്ല. അവിടെ പ്രസംഗിക്കുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഞങ്ങൾ നിങ്ങളോട് കൂട്ട് സാധാരണ മനുഷ്യരാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ ഇതെല്ലാം വിട്ട്, ആമേൻ, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം അവരോട് അറിയിക്കുന്നു, നിങ്ങളോട് അറിയിക്കുന്നു. അവിടെ ന്യായപ്രമാണോ മറ്റു കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല. അവിടെ സ്ട്രാറ്റജി വേറെയാണ് പോലും സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓരോ സ്ഥലത്തും അതിൻ്റെതായ രീതിയിലാണ് സുവിശേഷം സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. യഹൂദന്മാരെടുത്ത് ചെല്ലുമ്പോൾ ന്യായപ്രമാണം തന്നെ എടുത്തു വെച്ച് പ്രസംഗിക്കുന്നു. ജാതികൾ എടുത്തു വരുമ്പോൾ അവർ ദൈവത്തെ കാണും, ജീവനുള്ള ദൈവത്തെ ഉയർത്തിക്കാട്ടുന്നു. അല്ലെ, ഇതെല്ലാം നിങ്ങൾ വിട്ടുകളാ. ഈ ദേവനും ദേവിയൊന്നും അല്ല. നിങ്ങൾക്ക് ആഹാരത്തോട്ട് താഴ്ത്തു വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നന്മ ചെയ്യുകയും ആകാശത്തു നിന്നും മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഈ യാഗത്തെ തടുക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യരാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഗിഫ്റ്റ് വല്ലതും കിട്ടിയാൽ നമ്മൾ ഈ നിലയിലാണോ നിൽക്കുന്നത്? ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക, നമ്മൾ കൈ വെക്കുന്നവർ അല്ലെങ്കിൽ ചാടി എഴുന്നേറ്റ് പോകുന്ന ഒരു വരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഒരു ദൈവമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണിത്. എന്നാൽ ഇവർക്ക് ഒറ്റ ഫോക്കസേ ഉള്ളൂ, സുവിശേഷം സ്പ്രെഡ് ചെയ്യാം. ഹല്ലേലൂയ, ജനത്തെ വിടുവിക്കുക, ജനത്തെ നിത്യതയിലെത്തി. അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ജനത്തെ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും അവരെ വിടുവിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സുവിശേഷമാണ് അവർ കാലഘട്ടത്തിൽ സ്പ്രെഡ് ചെയ്തത്. പ്രിയമുള്ളവരെ, അവരോട് പറയാണ്, നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെയൊക്കെ വിട്. ഇന്ദ്രനെയും ബുധനെയും ഒന്നുമല്ല നിങ്ങൾക്ക് ആഹാരം തരുന്നത്. ആമേൻ, അത്യുന്നതനായ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. അവനാണ് നിങ്ങൾ കാലാകാലങ്ങളിൽ ഫലപുഷ്ടിയായിട്ടുള്ള ആഹാരം ഒക്കെ തരുന്നത്. ഈ ജീവനുള്ള ദൈവമാണ്. ഈ ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്നുള്ള സുവിശേഷം അവരോട് അറിയിക്കുകയാണ്. അവർ യാഗം തടുക്കുവാനൊക്കെ വളരെ പ്രയാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ മറ്റൊരു സംഭവം ഇതിൻ്റെ കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നത്, ഇവർ എവിടെയെല്ലാം പോകുന്നു, സുവിശേഷ വിരോധികളായ യഹൂദന്മാർ ഇവരെ ഫോളോ ചെയ്തിരുന്നു. 100 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം, കൊന്നു കളയുവാനായിട്ടുള്ള പദ്ധതിയാണ്. എത്ര നമ്മുടെ സുവിശേഷത്തിന്റെ സ്തോത്രലിയ ശക്തി എത്രത്തോളം ഉണ്ടോ, അതിന്റെ മറ്റൊരു തലത്തിൽ പിശാച് പലയിടങ്ങളിലും പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ 11:15 നിർത്തുവാനായിട്ട് കർത്താവിൽ ശരണം പ്രാപിക്കുകയാണ്. 11:12 2-3 മിനിറ്റ് കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. എനിക്കറിയാം ഇവിടുത്തെ സമയം ഒരു പീക്ക് ടൈമാണ്. സ്തോത്രം. നാട്ടിലുള്ളവരുടെ കാര്യമല്ല, അവരെല്ലാം ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ കാനഡയിലുള്ള ആൾക്കാർ ഞങ്ങളെല്ലാം വളരെ സ്തോത്രം ഒരു വല്ലാത്ത സ്റ്റേജിൽ ഇരിക്കുന്ന സമയമാണ്. രാവിലെ പിന്നെയും ശുശ്രൂഷയ്ക്ക് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് സ്തോത്രമില്ല. ഞാൻ വേഗത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ വെച്ച്
ഈ യഹൂദന്മാർ ഇവരെ ചെയ്സ് ഇവിടെ എത്തി, ലുസ്ത്രയിലെത്തിയിട്ട് ഇവരെ കല്ലെറിയുവാനിടയായി തീർന്നു. അവിടെയുള്ള പുരുഷാരത്തെ എല്ലാം വശത്താക്കി ഇളക്കി കയ്യിലെടുത്ത് കലഹമുണ്ടാക്കി ഇവരെ കല്ലെറിഞ്ഞു. കാരണം കല്ലെറിയുക എന്നുള്ളത് യഹൂദന്റെ ഒരു വലിയ ഒരു തന്ത്രം ഇതാണ്. ദൈവദൂഷണം പറയുന്നവരെ കല്ലെറിയുക, ദൈവത്തോട് സമന്മാരാക്കുന്നവരെ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവമല്ല മറ്റൊരാൾ ഒരു ദൈവമില്ല, യേശു ദൈവമാണെന്നവർക്ക് അംഗീകരിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ദൈവദൂഷണം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുന്നത് പൗലോസ് മരിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പൗലോസ് ഇവിടെ വെച്ചാണ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായി വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. സ്തോത്രം. ഇവരെ പൗലോസ് മരിച്ചു എന്ന് വിചാരിച്ച് പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഹല്ലേലൂയ. അവിടെ എന്നാൽ ശിഷ്യന്മാർ ചുറ്റും നിൽക്കയാൽ പൗലോസ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ആ ഭാഗം ഇവിടെ പ്രത്യേകിച്ച് അത് വിവരിക്കുന്നില്ല എങ്കിലും സ്തോത്രലിയ പൗലോസിന്റെ അകത്ത് കിടക്കുന്നത് പുനരുത്ഥാന ശക്തിയാണ്. നമ്മുടെ അകത്ത് കിടക്കുന്നത് പുനരുത്ഥാന ശക്തിയാണ്. സ്തോത്രലിയ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മൾ മരിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എങ്ങനെ തളർന്നു പോയാലും ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും. ഇന്ന് രാത്രി നമ്മൾ അതും കൂടെ വിശ്വസിച്ച് പോകാം. പക്ഷെ അവരൊരിക്കലും പതറിപ്പോകുന്നില്ല. അവരെ അടുത്ത പട്ടണങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അവരവിടുന്ന് ലിസ്ത്രയിൽ നിന്നും സ്തോത്രം അവര് മറ്റ് സ്ഥലങ്ങളിലേക്ക് പട്ടണത്തിലേക്ക് പോയി, അവർ ദർബയ്ക്ക് പോയി. അവിടെയൊക്കെ പോയിട്ട് അവരോടൊക്കെ സുവിശേഷം അറിയിച്ച് സ്തോത്രം അവിടെ എല്ലാം സഭകൾ സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ എല്ലാം പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്രയിൽ ലുസ്ത്ര, ദർബ, അന്ത്യോക്യ, ഇക്കോന്യ ഇടങ്ങളിലെല്ലാം സ്തോത്രം സഭകൾ സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. ഒന്നാം മിഷണറി യാത്രയിൽ പൗലോസ് അത് സാധിച്ചു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ ചെന്നിട്ട് അവസാനം പിന്നെ തിരിച്ച് അന്ത്യോക്യയിലേക്ക് മടങ്ങി വരുന്നതായിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. പൗലോസ് അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ വിശ്വാസത്തിൽ വന്ന ശിഷ്യന്മാരെ അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ അവരെങ്ങനെ ഇരിക്കുന്നു എന്നും അവരുടെ നിലവാരം എന്താണ്, അവരുടെ വിശ്വാസം എന്താണെന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണമെന്നുള്ളതാണ് ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു സന്ദേശം. നമ്മൾ സുവിശേഷം പറഞ്ഞ് അങ്ങനെ കളയുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ അവസരം കിട്ടുമ്പോൾ അവരെ രണ്ടാമത് പോയി കാണുക, അവരുടെ അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ വെല്ലുവിളികളെ മനസ്സിലാക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, അവരെ സഹായിക്കുക എന്നുള്ള ഒരു ദൗത്യവും കൂടെ ഈ സുവിശേഷകന്മാരെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്, സഭകളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. പൗലോസ് അവരെ വളരെ സ്ട്രോങ് ആയിട്ട് അവരെ എൻകറേജ് ചെയ്യുന്നൊരു മെസ്സേജാണ് 22-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിച്ചാൽ. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ എൻ്റർ ചെയ്യണമെന്നുള്ള ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ച് അവരുടെ മനസ്സിനെ ഉറപ്പിക്കും. നമ്മൾ ചെയ്യണം പ്രിയമുള്ളവരെ. നമ്മൾ പറഞ്ഞിട്ട് കളയല്ല. മാത്രമല്ല ഇവരെ ഈ ശിഷ്യന്മാരെ അല്ലെങ്കിൽ വിശ്വാസിലായവരെ പരിപാലിക്കുവാനായി പട്ടണം തോറും സഭകൾ സ്ഥാപിച്ചു. അവരെ ഓരോ മൂപ്പന്മാരെ ആക്കി വെച്ചു. എപ്പോഴും അവർക്കൊരു കെയറിങ് ആവശ്യമായതുകൊണ്ട് ചില എൽഡേഴ്സിനെ ഓരോ പട്ടണങ്ങളിലും നിയമിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തിരിച്ച് പൗലോസ് സ്തോത്രം അവർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അവിടെയും ആ മൂപ്പന്മാരെ നിയമിക്കുമ്പോൾ ചുമ്മാതെ അങ്ങ് കൈവച്ച് പ്രാർത്ഥിക്കുന്നതല്ല, അവർ അവിടെ ഇരുന്ന് ഉപവസിച്ചു, കർത്താവിന് നിയോഗം പ്രാപിച്ചു, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ച് അവരെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ ഏൽപ്പിച്ച് അവർ മടങ്ങിപ്പോകുന്നു. സ്തോത്രം. അവരെ എപ്പോഴും അവിടെ വിശ്വാസികളെ പലപ്പോഴും നമ്മൾ അവരടുത്ത് പറയാൻ പോയി ആ വിശ്വാസികളെ സ്വീകരിച്ചവരെ അടുത്തുള്ള സഭകളിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു ദൗത്യം ഈ കാലഘട്ടത്തിൽ നമ്മളും ചെയ്യേണ്ടിയിരിക്കുന്നു. ചെയ്യുന്നവരുണ്ട്. സ്തോത്രലിയ. അതിനുശേഷം അവര് പിസിദിയിൽ കൂടെ കടന്ന് തിരിച്ച് സ്തോത്രം അവര് ദർബയിൽ നിന്നും തിരിച്ച് പമ്പുല്യയിലെത്തുന്നു. പമ്പുല്യയിൽ നിന്നും അവരവിടെ നിന്ന് കപ്പൽ കയറി തിരിച്ച് 9-ാമത്തെ പോയിന്റ് അന്ത്യോക്യയിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ നിന്നാണല്ലോ നമ്മൾ നേരത്തെ 13-ാം അധ്യായം തുടങ്ങിയ സ്ഥലമാണ് അന്ത്യോക്യ. അവിടെ നിന്നാണ് അവരെ സുവിശേഷ വേലയ്ക്കായിട്ട് അവരെ ഭരമേൽപ്പിച്ചയച്ചത്. അവരെ അവിടെ ചെന്ന് എത്തിയിട്ട് അവരെ ഇടയിൽ ദൈവം ചെയ്തതായിട്ടുള്ള വേലകൾ, പ്രവൃത്തികൾ, സഭകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഒരു വലിയ
റിപ്പോർട്ട് തയ്യാറാക്കി അന്ത്യോക്യ സഭയുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് അവതരിപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് ആ സഭയ്ക്കൊരു അനുഗ്രഹമാണ്. ദൈവം നമ്മുടെ ഇടയിൽ ചെയ്ത, ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ എന്തൊക്കെയാണ് നമുക്ക് സാക്ഷ്യം പറ, പലപ്പോഴും നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ നമുക്കറിയാം എന്താ നമ്മൾ പറയുന്നതെന്ന്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, അവരുടെ സാക്ഷ്യം വ്യത്യസ്തമായിരുന്നു. അവർ യേശു അവരുടെ പ്രവർത്തിച്ച വലിയ കാര്യങ്ങളും അനേകരെ ക്രിസ്തുവിലേക്ക് നയിപ്പാനിടയായതും എവിടെയൊക്കെ സഭകൾ സ്ഥാപിച്ചുവെന്നും എവിടെയൊക്കെ മൂപ്പന്മാരെ നിയമിച്ചുവെന്നും അതിൻ്റെ എല്ലാം ഒരു വലിയ റിപ്പോർട്ട് അവർ തയ്യാറാക്കി അന്ത്യോക്യയിലെ എവിടെ നിന്ന് അവരെ പറഞ്ഞയച്ചു ആ സഭയിലേക്ക് മടങ്ങി വന്ന് അവിടെ ഒരു റിപ്പോർട്ട്, അവിടെ എല്ലാം ആ ദേശത്തുള്ള മുഴുവൻ സഭകളെയും ഒരുമിച്ച് കൂട്ടി ഒരു ഐക്യ പെന്തക്കോസ് കൂട്ടായ്മയെന്ന് വേണേൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതായിട്ട് ഹല്ലേലൂയ ആ കാര്യങ്ങളുടെ അറിഞ്ഞാൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. അവർ കുറെ നാൾ ശിഷ്യന്മാരുടെ പാർത്തു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. 15-ാം അധ്യായം അടുത്ത ആഴ്ച ചിന്തിച്ച് നമുക്ക് 1-ാം മിഷണറി യാത്ര ആ ഭാഗം കൂടെ അവസാനിപ്പിക്കും. കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. പൗലോസിന്റെ മിഷണറി യാത്രയുടെ 1-ാം മിഷണറി യാത്രയുടെ യാത്രാ വിവരണങ്ങളാണ് 1 മുതൽ തിരിച്ച് 9 വരെ മടങ്ങി അന്ത്യോക്യയിൽ എത്തിച്ചേരുന്ന ഭാഗങ്ങൾ കൂടെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായി ചിന്തിച്ചു പോകുന്നത്. ഈ ഭാഗത്തിൽ കൂടെ ഇനിയൊരു കൺക്ലൂഷൻ നിങ്ങൾക്ക് തരാനായിട്ടുള്ള സമയമില്ല എങ്കിലും ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് സുവിശേഷം അവർ ചെയ്തത്, എങ്ങനെയാണ് ദൈവം കർത്താവിന്റെ കൂടെ ഇരുന്നത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നീക്കിയത് എന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ടാണ് ഈ പ്രവൃത്തികളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടുതൽ ഭാഗങ്ങളൊന്നും അവിടെ എഴുതിയിട്ടില്ല. മറ്റു കാര്യങ്ങളൊന്നും പരിശുദ്ധാത്മാവ് അതിനെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളത് രാത്രി നമ്മൾ ഓർമ്മിക്കുന്നു. സ്തോത്രം. നമ്മളെ പിന്നെയും അടുത്ത ആഴ്ചകൾ 15-ാം അധ്യായം വായിച്ചിട്ട് വന്നാൽ നമുക്കത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സമയമുണ്ടെങ്കിൽ മുമ്പോട്ട് അധ്യായങ്ങൾ എടുത്തു പോകുന്നതായിരിക്കും എന്ന് ഈ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.